വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ അടിപൊളി ചാപ്റ്ററിലെ വളരെ അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവർക്കും വെൽക്കം ടു ദ ക്ലാസ്. മക്കളെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് അല്ലേ. സോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, റെഡി? സോ ഫസ്റ്റ് ചോദ്യമാണ്, the normal temperature of a healthy human being is close to. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഹെൽത്തി ഹ്യൂമന്റെ ആണ്. സോ നമുക്കറിയാം അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത് എങ്കിൽ അത് ഫാരൻഹീറ്റില് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കി വെക്കണം. 37 ഡിഗ്രി സെൽഷ്യസ് ഇക്വാലന്റ് ടു 98.6 ഫാരൻഹീറ്റ്. അപ്പൊ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് മറ്റൊരു യൂണിറ്റ് ആണ് അല്ലെ. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മറ്റൊന്ന്. ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിൽ അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റെഡി? സോ നമുക്ക് കിട്ടി 98.6 അല്ലെ, 98.6 ഫാരൻഹീറ്റ്. നെക്സ്റ്റ് ചോദ്യം വായിച്ചു നോക്കാം. നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തതിലും രണ്ടാമത്തിലും മൂന്നാമത്തിലും ഒക്കെ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാണ് അല്ലെ. അപ്പൊ 4 രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ തെർമോമീറ്റർ പ്ലേസ് ചെയ്യേണ്ട രീതി എന്നതാണ് നമ്മളുടെ ചോദ്യം. സോ ഒന്നാമത്തേത് ഇങ്ങനെ ചെരിച്ച് എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയുണ്ട്. രണ്ടാമത്തേതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് അങ്ങനെ ആ ബീക്കറുമായിട്ട് ടച്ച് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് വന്ന ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അല്ലെ. നമ്മള് ഇതിലേതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റുഡന്റ് 2, രണ്ടാമത്തെ കുട്ടി ചെയ്യുന്നതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം എപ്പോഴും ഇങ്ങനത്തെ ഒരു രീതിയിൽ വേണം നമ്മൾ പിടിക്കാൻ. അല്ലാതെ ഇതിലേക്കൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറൂലേ അല്ലെ. ഗ്ലാസ്സിന് എന്ത് ചെയ്യണം, ഒരു എഫക്റ്റ് വരികയാണ് അല്ലെ. ഈ ബീക്കറുമായിട്ടൊരു എഫക്റ്റ് വരും. സോ ദാറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, അപ്പൊ തെർമോമീറ്റർ അല്ലെ, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇസ് എ ഡിവൈസ് ദാറ്റ് മെഷർ ടെമ്പറേച്ചർ. അപ്പൊ എന്താ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ തെർമോമീറ്ററിന്റെ ടോപ്പിക്ക്. ആൻഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും മറ്റൊന്ന് ലബോറട്ടറി തെർമോമീറ്ററുമാണ്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താ ചെയ്യുക? അത് മെഷേഴ്സ് അവർ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യും. ലബോറട്ടറി തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതർ ഒബ്ജക്ട്സിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് തരും. അതർ ഒബ്ജക്ട്സ് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിലോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ഇതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഈ ഒരു രൂപത്തിലാണ് അല്ലെ. നോക്കടാ അല്ലെ. ലബോറട്ടറി ആണെങ്കിലോ ഇതാ നോക്കൂ, നമ്മൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അല്ലെ, ഏതെങ്കിലും ഒരു വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ, ഐസ് വാട്ടർ ഉണ്ട് അതിന്റെ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ടെമ്പറേച്ചർ ഒക്കെ നോക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ നോക്കുക. വെൻ ദ തെർമോമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, ഇറ്റ്സ് ബൾബ് ഷുഡ് നോട്ട് ടച്ച് ദ ബോട്ടം ഓർ സൈഡ്സ് ഓഫ് ദ ബീക്കർ. അതുകൊണ്ടാണ് നേരത്തെ ചിത്രത്തിൽ നമ്മൾ സ്റ്റുഡന്റ് 2 കറക്റ്റ് ആൻസർ കൊടുത്തത്. കാരണം ആ കുട്ടി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇത് നോക്കൂ, ഇവിടെ അങ്ങനെ ടച്ച് ചെയ്യാൻ ഒരിക്കലും പാടില്ല കേട്ടോ. ദ തെർമോമീറ്റർ ഷുഡ് ബി ഹെൽഡ് വെർട്ടിക്കലി, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിനെ പറ്റില്ല. അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊന്നും പോകാൻ പാടില്ല. നെക്സ്റ്റ്, the temperature must be read while the thermometer is immersed in water. ഇതിങ്ങനെ ഇതിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിൽ റീഡിങ് നോക്കണം. അല്ലാതെ ഇതിന് ഇതിങ്ങനെ എടുത്ത് നോക്കിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യുക. at the same time നമ്മൾ അത് ചെയ്യണം. നെക്സ്റ്റ്, while reading the thermometer the eye should be directly in line with the level of the liquid column to be read. നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം. അല്ലാതെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാൻ പാടില്ല. വെർട്ടിക്കലി നമ്മൾ ഇതിനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ തെർമോമീറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് വേണം
നമ്മൾ നോക്കാൻ. അതും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ദ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ സിസ്റ്റം ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ടെമ്പറേച്ചർ. നെക്സ്റ്റ്, ദ ടെമ്പറേച്ചർ ഓഫ് ഐസ് കോൾഡ് വാട്ടർ കനോട്ട് ബി മെഷേർഡ് ബൈ എ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണോ അതോ ലബോറട്ടറി തെർമോമീറ്റർ ആണോ? നമുക്കറിയാം ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ സാധാരണ ഉപയോഗിക്കാം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി. ക്ലിനിക്കൽ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, ടെമ്പറേച്ചറിന്റെ അല്ലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കാൻ പറ്റുക. ഉപയോഗിക്കാൻ പറ്റാത്തത് clinical thermometer. Next, the unit of temperature is degree Celsius. അല്ലെ, നെക്സ്റ്റ് ചോദ്യമാണ്, വാട്ട് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ഈസ് ഇറ്റ്? നമുക്കൊരു തെർമോമീറ്റർ തന്നിട്ടുണ്ട്, ഇത് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, അത് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നെക്സ്റ്റ് ചോദ്യമാണ്, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദിസ് തെർമോമീറ്റർ? ഇതിൽ റീഡിംഗ് എത്രയാണ് കാണിക്കുന്നത്? വളരെ സിമ്പിൾ അല്ലേ, നോക്കടാ, ഇത്ര സിമ്പിളാ. നോക്കൂ, 20, 21, 22, 23, 24, 25, 26. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 26 നിൽക്കുന്നത്. അപ്പൊ 26 ആണ് കേട്ടോ. 26 എന്ന് വേണം നമ്മൾ എഴുതി കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ മറക്കണ്ട, ഇത് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ടൈപ്പ് തെർമോമീറ്റർ ആണെന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക, ഞാൻ നോക്കും. ഓക്കെ, ബൈ.